മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് ഗ്രനോള റെസിപ്പിയാണ്. ഇത് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഓൾഡ് ഫാഷൻഡ് ഓട്സ് ആണ്. ഇനി ഇതിലൂടെ ചേർക്കാനായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഒക്കെ എടുക്കാം. ഞാനിവിടെ പംകിൻ സീഡ്സ് എടുത്തിട്ടുണ്ട്. കാഷ്യൂ നട്ട്സും ആൽമണ്ടും ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഹണിയാണ്. 1/2 കപ്പ് ഹണി എടുത്തിട്ടുണ്ട്. പിന്നെ ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്. ചിയ സീഡ്സ് ഒക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഫ്ലാക്സ് സീഡ്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സിന്റെ പൗഡറും കൂടി നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് അല്പം സിന്നമൺ പൗഡർ ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡറും ചേർക്കുന്നുണ്ട്. കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂൺ എടുക്കാം. സിന്നമൺ പൗഡർ 1/2 ടീസ്പൂൺ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ ചേർക്കുന്നത് റൈസിൻസും ആണ്. പിന്നെ ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലാക്സ് സീഡ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതുപോലെ ചെറിയ സീഡ്സ് ആണ്. ഇത് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പൊടിച്ചെടുത്തതാണ് നിങ്ങളെ കാണിച്ചത്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂ നട്ട്സും ആൽമണ്ടും ആണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും എത്ര അളവ് വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 കൂടെ 1/4 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ എടുത്തിരിക്കുന്ന ഓട്സിന്റെ അളവ് അനുസരിച്ച് എല്ലാ നട്ട്സും കൂടി വരുമ്പോഴേക്കും അതിൽ ആവശ്യമുള്ളത് എത്രയാണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പംകിൻ സീഡ്സ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഓൾഡ് ഫാഷൻഡ് ഓട്സ് ആണ്. റോൾഡ് ഓട്സ് അല്ലെങ്കിൽ ഓൾഡ് ഫാഷൻഡ് ഓട്സ് ആണ് നമ്മൾ ഇങ്ങനെ ഗ്രനോളയൊക്കെ തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത്. ഈ പോളിഷ്ഡ് ചെയ്ത ഓട്സ് എടുക്കാത്തതാണ് നല്ലത്. ഓട്സും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിയ സീഡ്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്സിന്റെ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡറും 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാതെ വേണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇനിയുള്ള സമയത്ത് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ ചേർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഹണി നമുക്ക് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് ഹണിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബ്രൗൺ ഷുഗർ പൊടിച്ചതോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഷുഗറോ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹണിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്കിത് സ്റ്റൗ ടോപ്പിലല്ലാതെ ഓവനിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേയിൽ നിരത്തി വെച്ചിട്ട് 20-25 മിനിറ്റ് ഒക്കെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താലും മതി. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് സ്റ്റൗ ടോപ്പിൽ വെച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നത്. തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ ഇതിലേക്ക് ഹണിയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാം. ഈ ചോക്ലേറ്റ് ഗ്രനോള നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്.
നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അനുസരിച്ചായിരിക്കും ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കോക്കനട്ട് വൈറ്റ്സ് ചേർക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാൽനട്ടോ പിസ്തയോ അങ്ങനെയുള്ള ഏത് ഡ്രൈ നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പ്രോട്ടീൻ ധാരാളമുള്ള നട്ട്സ് ഒക്കെ ചേർത്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അവർക്കിത് സ്നാക്കായിട്ടാണെങ്കിലും കൊടുത്തു വിടാം. പിന്നെ നമുക്കിതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് റേസിൻസ്, ബ്ലാക്കും യെല്ലോയും റേസിൻസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതാണോ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ചേർക്കുന്നത് നമ്മളിത് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം മാത്രം, ലാസ്റ്റ് നന്നായിട്ട് കൂൾ ആയതിനു ശേഷം മാത്രം ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്താൽ മതി. ഇപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രേയിലേക്ക് നിരത്തി വെക്കാം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് അതിലേക്കാണ് ഇത് നിരത്തി വെക്കുന്നത്. ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഏതാണ്ട് 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് എടുക്കുമ്പോൾ അതിന്റെ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ഇതിലേക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്കും യെല്ലോയും റൈസിൻസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ അവർ സ്നാക്കായിട്ട് കഴിച്ചോളും. ഞാനിവിടെ 1/4 കപ്പ് ചോക്ലേറ്റ് ചിപ്സ് ആണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സ്നാക്കായിട്ടും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നും ഒരു ചേഞ്ച് ആവട്ടെ. ചോക്ലേറ്റ് ഇല്ലാത്ത ഗ്രനോളയുടെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ നമുക്കിത് പാല് ചേർത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും യോഗേർട്ടിന്റെ കൂടെ, ഗ്രീക്ക് യോഗേർട്ടിന്റെ കൂടെയോ അല്ലെങ്കിൽ ഫ്രൂട്ട് യോഗേർട്ടിന്റെ കൂടെയോ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.